എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ദൈവവചനത്തിൻ്റെ ചിന്തകൾക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്ന ഓരോ ദിവസങ്ങളെയും സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഓരോ പ്രഭാതത്തിലും പലരും മദ്യത്തിൽ ആരംഭിക്കുന്നു, ചിലർ ഫോൺ കോളുകളിൽ ആരംഭിക്കുന്നു, ചിലർ വ്യായാമത്തിൽ ആരംഭിക്കുന്നു, മറ്റു ചിലർ മെഡിറ്റേഷനുകളിലൂടെ ആരംഭിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ അവരുടെ ഓരോ പ്രഭാതവും ദൈവത്തിൽ ആരംഭിക്കുന്നു. ദൈവത്തിൽ എന്ന് വെച്ചാൽ വചനത്തിൽ ആരംഭിക്കുന്നു, എന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ ആരംഭിക്കുന്നു, എന്ന് വെച്ചാൽ ദൈവവചന പഠനത്തിലും സ്തോത്രത്തിലും സ്തുതിയിലും ആരംഭിക്കുന്നു. അങ്ങനെ ആരംഭിക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ചു പോകില്ല. നമുക്ക് പല കാര്യത്തിലും വേഗതയുള്ളവരാണ്. എന്നാൽ വേഗതയേക്കാൾ വളരെ പ്രാധാന്യമാണ് ഡയറക്ഷൻ. ശരിയായ ഒരു ദിശയിലേക്ക് പോകാൻ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ വേഗത നമ്മെ വലിയ അനർത്ഥങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കും. ഞാൻ വടക്കോട്ടാണ് പോകേണ്ടതെങ്കിൽ, ദൈവഹിതം വടക്കോട്ടാണെങ്കിൽ ഞാൻ തെക്കോട്ട് അതിവേഗം പായുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അവർ പറയും, വളരെ വേഗതയുള്ള, വളരെ ഉത്സാഹമുള്ള, വളരെ തീവ്രതയുള്ള, വളരെ തിടുക്കമുള്ള വ്യക്തിയാണ് ഈ വ്യക്തി, ഒരു വിജയിയാണെന്ന് പറയും. എന്നാൽ അല്പം സാവധാനത്തിലാണെങ്കിലും ഒച്ചിഴയുന്ന പോലെയാണെങ്കിലും ശരിയായ ഡയറക്ഷനിലേക്ക് പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. നമുക്കൊരുമിച്ച് ദൈവഹിതത്തിൻ്റെ വഴിയിലൂടെ ദൈവം നമുക്ക് തരുന്ന പ്രാപ്തിക്കൊത്ത വണ്ണം മുന്നോട്ട് പോകാൻ യേശു കർത്താവ് സഹായിക്കട്ടെ. തെറ്റായ ദിശയിലേക്ക് വേഗത്തിൽ ഓടുന്നതിനേക്കാൾ, കുതിച്ചു പായുന്നതിനേക്കാൾ ശരിയായ ഡയറക്ഷനിലേക്ക് അല്പം പതുക്കെയാണെങ്കിലും മുന്നോട്ട് പോകുന്നത് മേത്തരമായ തീരുമാനമായിരിക്കും. അതിനുള്ള കൃപ ഈ പ്രഭാതത്തിൽ യേശു കർത്താവ് ഓരോരുത്തർക്കും നൽകി തരട്ടെ. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യം 38-ാം വാക്യമാണ്. 37-ാം വാക്യം, കപ്പലിൽ ഞങ്ങൾ ആകെ 276 ആൾ ഉണ്ടായിരുന്നു. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ ഇട്ടുകളഞ്ഞ് കപ്പലിൻ്റെ ഭാരം കുറച്ചു. പൗലോസ് നിമിത്തം കപ്പലിൽ 14 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്തവർ പൗലോസിൻ്റെ പ്രബോധനവും ധൈര്യവും സ്തോത്രവും പ്രാർത്ഥനയും നിമിത്തം അവർ ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. 14 ദിവസം ഭക്ഷണം അവർ കഴിക്കാതിരുന്നത് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടല്ല, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ അവർ ഭയപ്പെട്ടിരുന്നു, നിരാശപ്പെട്ടിരുന്നു, അവർ മനസ്സും അടുത്തു പോയിരുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിട്ടും കഴിക്കാതെ പോയ 276 പേരെ നമുക്ക് കാണാം. ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാൻ കഴിയാത്തവർ. എന്നാൽ പൗലോസ് നിമിത്തം എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. മറ്റുള്ളവർ അധൈര്യപ്പെടുമ്പോൾ അവരെ ധൈര്യപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ? മറ്റുള്ളവർ ക്ഷീണിക്കുമ്പോൾ അവരെ ചാർജാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ വായിലുണ്ടോ? പ്രാർത്ഥിക്കുന്നവർക്ക് അതുണ്ടായിരിക്കും. സോയെ മനുഷ്യർക്ക് അതുണ്ടായിരിക്കും. എന്താണ് സോയെ? സോയെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. അതായത് ദൈവിക ജീവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്. ആ ജീവൻ നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ക്ഷീണിച്ചിരിക്കുന്നിടത്തും സ്വയം ചാർജാകാൻ കഴിയും, മറ്റുള്ളവരെ കൂടി ചാർജാക്കാൻ കഴിയും. തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ ശിഷ്യന്മാരുടെ നാവെന്ന് യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ പറയുന്ന കാര്യം തന്നെയാണിത്. എല്ലാവരും തളർന്നിരിക്കുമ്പോൾ
എല്ലാവരെയും ബലപ്പെടുത്താനുള്ള ശേഷി. അതാണ് സോയെ മനുഷ്യൻ. ബയോസ് എന്ന് പറഞ്ഞാൽ പുറമെയുള്ള മനുഷ്യൻ, ഈ ശരീരത്തിൻ്റെ മനുഷ്യൻ. ശരീരം ചിന്തിക്കുന്നത് പോലെ, ശരീരം പുറമേ ഉള്ള കാര്യങ്ങളിൽ, പുറമെയുള്ള സമൂഹത്തെ പോലെ, പുറമെയുള്ള മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന മനുഷ്യൻ, അതാണ് ബയോസ്. എന്നാൽ സോയെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവനാണ്, രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്, സ്വർഗത്തിൽ പേരുള്ള വ്യക്തിയാണ്, പുതിയ സൃഷ്ടിയാണ്. നമ്മിൽ ഉള്ള രക്ഷിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനാണ് സോയെ മാൻ. ആ വ്യക്തിക്ക് ഭയമില്ല, ആ വ്യക്തിക്ക് വേദനകളിലും വിജയത്തിന്റെ സാധ്യതകളാണ്. ഏലിയാവിനെ നോക്കിയേ. 1 രാജാക്കന്മാർ 17 അധ്യായത്തിൽ ഏലിയാവ് ഒരു പ്രാർത്ഥന വീരൻ. അത്ഭുതങ്ങളുടെ ഒരധ്യായമാണ് 1 രാജാക്കന്മാർ 17. രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനെ പോലും വെല്ലുവിളിക്കുന്നു. ഇനി ഞാൻ പറയാതെ മഞ്ഞും മഴയും ഈ ആണ്ടിലില്ല. അതുപോലെ സംഭവിച്ചു. അടുത്തത് കെരീത്തിലിരിക്കുന്നു, കാക്കകൾ തീറ്റ കൊണ്ടുവരുന്നു. അതിനുശേഷം വിധവയുടെ വീട്ടിലേക്ക് പോകുന്നു. വിധവയുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും വർദ്ധിക്കുന്നു. വിധവയുടെ മകൻ മരിച്ചപ്പോൾ അവനെ ഉയർപ്പിക്കുന്നു. അതാണ് 17 അധ്യായം. 18 അധ്യായം ഇസ്രായേൽ ജനത്തെ മുഴുവനും ദൈവത്തിലേക്ക് തിരിക്കുന്നു. എന്നാൽ 19 അധ്യായത്തിൽ ഇസബേൽ എന്ന രാജ്ഞിയുടെ വെല്ലുവിളി നിമിത്തം, അവളെക്കുറിച്ചുള്ള ഭയം നിമിത്തം, മരണഭയം നിമിത്തം ഓടി ചൂരച്ചെടിയുടെ തണലിൽ കിടന്ന് മരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തീർന്നു. ഇതാണ് പഴയ നിയമത്തിലെ ഏലിയാവ്. ഇനി നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. പുതിയ നിയമത്തിലുള്ള വീണ്ടും ജനിച്ച ഒരു കൂട്ടമാണ് സഭ, വീണ്ടും ജനിച്ച സമൂഹം. അതിൽ പൗലോസിനെ നോക്കിയേ. എവിടെയെങ്കിലും നിരാശപ്പെട്ട് തളർന്നു കിടക്കുന്നതായി കാണുന്നുണ്ടോ? ഇല്ല. പെന്തക്കോസ് നാളിന് ശേഷം അപ്പോസ്തലന്മാർ എവിടെയെങ്കിലും പേടിച്ചു നിൽക്കുന്നത് കാണുന്നുണ്ടോ? ഇല്ല. അത് പുതിയ സൃഷ്ടിയാണ്. ഏലിയാവ് ഒരു പഴയ സൃഷ്ടിയാണ്. ഏലിയാവ് വീണ്ടെടുക്കപ്പെട്ടവനല്ല. എന്തുകൊണ്ട് ഏലിയാവ് വീണ്ടെടുക്കപ്പെട്ടവനല്ല? ഏലിയാവ് പുതിയ സൃഷ്ടിയല്ല. ഏലിയാവ് പഴയ നിയമത്തിലെ ഒരു പ്രവാചകനാണ്. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട്, തേജസ്കരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് വീണ്ടും ജനന അനുഭവങ്ങൾ ഭൂമിയിൽ ആർക്കും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ മുതൽ യേശുവിനോടുകൂടെ സഞ്ചരിച്ച് പെന്തക്കോസ് നാളിൽ ആ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ അടിമുടി മാറിയ ഒരു കൂട്ടം ജനം, അവർ സോയെ സ്പിരിറ്റിലാണ്. അത് ദൈവിക ജീവനാണ്, അത് സ്വർഗീയ ജീവനാണ്, അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി, അങ്ങനെയുള്ളവർക്ക് ഏത് പ്രശ്നങ്ങളെയും സ്വയം നേരിടാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും വിളിച്ച് ആശ്വസിപ്പിക്കേണ്ട. ആ വ്യക്തി സ്വയം ദൈവിക ജീവനിൽ വളരുന്ന ഒരു വ്യക്തിയാണ്. ഇതാ പൗലോസ് 275 പേരെ ധൈര്യപ്പെടുത്തി അവരെ ഭക്ഷണം കഴിപ്പിച്ചു. പിന്നീട് വായിക്കുന്നു, ബാക്കി വന്ന ധാന്യം ഭക്ഷണം കഴിച്ച ശേഷം 38 വാക്യം, അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ ഇട്ടുകളഞ്ഞ് കപ്പലിന്റെ ഭാരം കുറച്ചു. തിന്ന് അവർ തൃപ്തരായി. 14 ദിവസമായിട്ട് അവര് തിന്ന് തൃപ്തരായില്ല. എന്നാൽ അവരുടെ വിശപ്പ് മാറ്റി തൃപ്തിയിലേക്കും ആരോഗ്യത്തിലേക്കും ബലത്തിലേക്കും നയിക്കുവാൻ ഒരു ദൈവപുരുഷന് കഴിഞ്ഞു. ഏത് സമയത്ത് ഈശാനമൂലൻ കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കും,
14 ദിവസമായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതിരിക്കുമ്പോൾ, രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടപ്പോൾ ഒരുവൻ എഴുന്നേറ്റ് പ്രബോധിപ്പിച്ചു. ഇതാണ് സോയെ മനുഷ്യന്റെ പ്രത്യേകത. ഒരു സാധ്യതയില്ലാത്തപ്പോൾ, എല്ലാ വഴി അടയുമ്പോൾ, രക്ഷപ്പെടാനുള്ള പഴുതില്ലാതിരിക്കുമ്പോൾ, സകല പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ അതിൻ്റെ നടുവിൽ എഴുന്നേറ്റ് ബാക്കിയുള്ള എല്ലാവരെയും ധൈര്യപ്പെടുത്തും. എല്ലാ ക്ഷീണങ്ങളും മാറിപ്പോകും. ഇതാണ് ശുശ്രൂഷ. ഏത് തകർന്നിരിക്കുന്ന സഭയിൽ ചെന്നാലും, സോയെ മനുഷ്യൻ ചെന്ന് കഴിയുമ്പോൾ, ആത്മാവുള്ളവൻ ചെന്ന് കഴിയുമ്പോൾ, വീണ്ടും ജനിച്ചവൻ ചെന്ന് കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ പ്ലാനിലും പദ്ധതിയിലും ഉള്ളവർ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം മാറിയിരിക്കും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പോകുന്ന ഇടത്ത് ഇതുപോലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ വിളി അതാണല്ലോ. ഏത് ക്ഷീണിച്ചിരിക്കുന്ന, ഏത് ഭയപ്പെട്ടിരിക്കുന്ന, എത്ര തകർന്നിരിക്കുന്ന സമൂഹമാണെങ്കിലും ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ അവരുടെ മനോഭാവം മാറിയിരിക്കണം. കർത്താവെ, എന്നെ അതിനായിട്ട് ഉപയോഗിക്കണം. അവരെല്ലാവരും തിന്ന് തൃപ്തിയായ ശേഷം ശേഷിച്ച ധാന്യം കടലിലേക്ക് എറിഞ്ഞു. കപ്പലിൻ്റെ ഭാരം കുറച്ചു. ചാക്ക് കണക്കിന് ധാന്യങ്ങൾ കപ്പലിൽ നിന്ന് എറിയേണ്ടി വന്നു, കടലിലേക്ക് എറിയേണ്ടി വന്നു. എന്താ കാരണം? അത്രയും ധാന്യം അവർക്കുണ്ടായിരുന്നു. കണക്കില്ലാത്ത ധാന്യം അവർക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ഉണ്ടെങ്കിലും, എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, എത്ര സ്വത്തുണ്ടെങ്കിലും, എത്ര വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും, ഒരു വലിയ കൊടുങ്കാറ്റടിച്ചാൽ ഇതൊന്നും പ്രയോജനപ്പെടില്ല. എല്ലാം ശാന്തമായിരിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ടും പണം കൊണ്ടും ബന്ധങ്ങൾ കൊണ്ടൊക്കെ പ്രയോജനമുണ്ടാകും. എന്നാൽ ആർക്കും തടുക്കാൻ കഴിയാത്ത ഒരു ഈശാനമൂലൻ കൊടുങ്കാറ്റ് ജീവിതത്തിന് നേരെ അടിച്ചാൽ ഈ ഉണ്ടാക്കിയ പണവും ഉള്ള ബന്ധങ്ങളും ഒന്നും പ്രയോജനമില്ലാതെയാകും. അതുകൊണ്ട് ദൈവത്തിൽ ധൈര്യപ്പെടാനും ദൈവത്തിൽ ഉറച്ചു നിൽക്കാനും കർത്താവ് നമുക്ക് കൃപ തരണം. നാം കർത്താവിൽ ആശ്രയിക്കണം. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനങ്ങൾ കേട്ട എല്ലാവർക്കും ധൈര്യവും വിശ്വാസവും വെളിപ്പാടുകളും ഉണ്ടാകട്ടെ. ഞാൻ അവരെ അനുഗ്രഹിക്കും. വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ ആശ്രയിക്കാം, കർത്താവിൽ ബലപ്പെടാം. ഇന്ന് ഉപവാസ പ്രാർത്ഥന രാവിലെ 10:30 പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് കടന്നു വരാൻ കഴിയുന്നവർ വരിക. ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലസ് യു.
എത്ര ഉയർന്ന